അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. മൻ ഖാഫ റബ്ബഹു, ഒരുവൻ അള്ളാഹുവിനെ ഭയന്നു കഴിഞ്ഞാൽ എല്ലാ സൃഷ്ടിജാലങ്ങളും അവനെ ഭയക്കുന്നതാണ്. അതുകൊണ്ട് നാം അള്ളാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ നാം ഭയന്ന് അവനെ തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അങ്ങനെ നാം അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ സ്വഭാവം നാം പിന്തുടരുവാൻ നാം ശ്രമിക്കുക. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയുക, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അവർക്ക് പേടിയോ ഭയമോ ഇല്ല. അവർ വളരെയധികം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്നവർ ആയിരിക്കും. അതുകൊണ്ട് നാം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും ശ്രമിക്കുക. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദതി. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അത് ഖിയാ എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ, അതുകൊണ്ട് നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും പടച്ചവരിലേക്ക് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക. അതുകൊണ്ടാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, എല്ലാവരും സ്വർഗത്തിലാണ് ഇല്ലാ മൻ അബാ. സ്വർഗം വേണ്ടെന്ന് വെച്ചവർ ഒഴികെ. അതാരാണ് സ്വർഗം വേണ്ടെന്ന് വെച്ചവർ? മൻ അതാഅനി, എന്നെ അനുസരിച്ചവൻ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. 5 നേര നിസ്കാരങ്ങൾ നിർവഹിക്കുകയും സക്കാത്തിനെ കൊടുത്തു വീട്ടുകയും എല്ലാ തെറ്റായ പ്രവണതകളിൽ നിന്നും വിട്ടുനിൽക്കുകയും മോശമായ പ്രവർത്തനത്തിൽ നിന്നെല്ലാം നാം വിട്ടുനിന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നതാണ്. മൻ അസാനി, എന്നെ ധിക്കരിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കാതെ തോന്നിയതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിലും പ്രവേശിക്കുന്നതാണ്. അതുകൊണ്ട് നാം ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും, അതുകൊണ്ട് നാം റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ, ഈ റജബ് മാസത്തിലാണ് 5 നേരം നിസ്കാരം നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത്. ഈ 5 നേരം നിസ്കാരങ്ങളെ നാം യഥാവിധി അനുഷ്ഠിക്കുവാനും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അങ്ങനെ നാം ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ഉമാറ ഉമ്മത്തി മാ ബൈന സിറ്റീന വസബഈന, എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും 60ൻ്റെയും 70ൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ, ആ തുച്ഛമായ പ്രായത്തിനുള്ളിലാണ് നാം നിസ്കരിക്കുന്നത്, നോമ്പെടുക്കുന്നത്, ദാനധർമ്മങ്ങളും മറ്റു സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.